കേൾക്കാമോ? കേൾക്കാം. Jason will translate. I just want to praise God for giving me this great privilege of worshiping Him amongst His children. Basically, I thought of sharing today about the sufferings that Jesus went through. ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ ദൈവം ഒരു അവസരം കൂടെ തന്നതിനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ആരാധിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ പറ്റി ഓർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. We sang in the songs and we were praising God for His love for us. നമ്മളിപ്പം പാടുകയും നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്തു കർത്താവിന്റെ സ്നേഹത്തെ പറ്റി. As we heard in the first paragraph of the song that was just sung right now, that He made a wretch of His treasure. നമ്മളിപ്പോൾ പാടിയ ഇംഗ്ലീഷ് ഗാനത്തിന്റെ ആദ്യത്തെ സ്റ്റാൻസ് നമ്മൾ വായിക്കുന്നത് ഏറ്റവും പാപത്തിൽ അനിഷ്ടനായി കിടന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ഒരു ട്രഷർ അല്ലെങ്കിൽ ഒരു ഏറ്റവും വിലയേറിയ ഒരു കാര്യമായിട്ട് ദൈവം മാറ്റി എന്നുള്ളതാണ്. We see how Jesus who was the treasure of God was made wretched for us. നമുക്ക് കാണാൻ കഴിയുന്നത് പിതാവാം ദൈവത്തിന്റെ ഏറ്റവും വിലയേറിയതായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വിലയേറിയതായിട്ടുള്ള സമ്പത്ത് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഒരു പാപത്തിൽ ഒരു അരിഷ്ടനാക്കി തീർത്ത് നമുക്ക് കാണാൻ കഴിയും. When we praise God for who He is, the love He is, it is also important that we look at the sufferings that Jesus went through. നമ്മൾ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും അവന്റെ സ്നേഹത്തെ പറ്റി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് കൂടി തന്നെ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ പറ്റി ഓർക്കേണ്ട ഒരു കടമയോട് നമുക്കുണ്ട്. It is also important to look at a few instances in the Bible where we see that Jesus was deeply moved in the spirit and where He was also weeping. നമ്മൾ വചനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ആത്മാവിനാൽ മൂവ് ചെയ്ത ഒരു സമയം അല്ലെങ്കിൽ കർത്താവ് ഏറ്റവും കൂടുതൽ കരയുന്ന കുറെ അവസരങ്ങൾ നമുക്ക് വചനത്തിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. Let's take a look at the death of Lazarus first in John chapter 11. നമുക്ക് ആദ്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം അധ്യായത്തില് ലാസറിന്റെ മരണത്തെ പറ്റി നമുക്ക് കാണാം. Here we see that Jesus is made aware of his loved one Lazarus who is sick. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന യേശു കർത്താവിനോട് ഓൾറെഡി മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞു താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച തന്റെ സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തായിരിക്കുന്ന ലാസർ മരിച്ചു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. Jesus being the person who knows everything already knew that Lazarus was dying. ദൈവത്തിന് യേശു കർത്താവിന് സകലവും അറിയുന്ന ഒരു ദൈവമായിരുന്നു. എന്നിട്ടും ഒന്നുകൂടെ പറയാമോ അത്? Jesus already knew that Lazarus was dying. യേശു കർത്താവിന് നേരത്തെ അറിയാമായിരുന്നു ലാസർ മരിക്കാൻ പോവുകയാണെന്ന്. And we see in verse 33. നമുക്ക് 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. Can you read out the verse, Jason? അവൻ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. In English we see that Jesus was deeply moved in spirit and deeply troubled. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു കർത്താവ് ആത്മാവിന് അല്ലെങ്കിൽ ഹൃദയത്തിൽ വളരെ ഒരു സങ്കടത്തിലേക്ക് പോയെന്ന് നമുക്ക് കാണാൻ കഴിയും. And if we look at the Greek word for deeply moved, it means that it suggests that there was an anger or an outrage that Jesus had. നമ്മൾ അവിടെ വായിക്കുന്ന ഡീപ്ലി മൂഡ് അല്ലെങ്കിൽ നൊന്ത് കലങ്ങി എന്നുള്ള വാക്ക് ഗ്രീക്കിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കോപത്തിന്റെ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു അർത്ഥമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And let's think, why was Jesus so much troubled? Why was Jesus angry?
നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ടായിരുന്നു യേശു കർത്താവ് ഇത്രമാത്രം നൊന്ത് കലങ്ങിയത്, അല്ലെങ്കിൽ ഇത്രമാത്രം ആ കോപത്തിന്റെ ആ രീതിയിലേക്ക് വന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. It's only because of the unbelief that he saw among the people that surrounded him. അതിന്റെ മെയിൻ ആയിട്ടുള്ള അതിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവിടുത്തെ ആൾക്കാരുടെ അവിശ്വാസം കൊണ്ടാണ് യേശു കർത്താവ് അങ്ങനെ ചെയ്തത്. We see the people testing Jesus there and really saying things which were like insulting. നമുക്ക് അവിടെ കാണാൻ കഴിയും, അവിടുത്തെ ഉള്ള കൂടുണ്ടായിരുന്ന ആൾക്കാർ യേശു കർത്താവിനെ പരീക്ഷിക്കുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് അവിടെ കാണാൻ കഴിയും. അത് യേശു കർത്താവിന് ഒരു ഇൻസൾട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അപമാനത്തിന്റെ ഒരു രീതിയായിരുന്നു. They said things like, could not this man who opened the eyes of the blind man have kept this man from dying? അവരവിടെ ചോദിക്കുന്നത്, യേശു കർത്താവിന് കുരുടായ മനുഷ്യനെ സൗഖ്യമാക്കിയ യേശു കർത്താവിന് ഈ ലാസർ മരിക്കാതിരിക്കാൻ കഴിയത്തില്ലായിരുന്നു. Yeah. So Jesus is deeply troubled by the unbelief of the people that Jesus had power over death itself. നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശു കർത്താവ് നൊന്ത് കലങ്ങി, അല്ലെങ്കിൽ ആ കോപത്തിന്റെ അനുഭവത്തിലേക്ക് വന്നത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അവിശ്വാസം കൊണ്ടായിരുന്നു. We also see Martha say that, Lord, by this time there will be stench, for he has been dead for 4 days. മാർത്ത, ലാസറിന്റെ സഹോദരിയായ മാർത്ത നമുക്ക് അവിടെ പറയുന്നത് കേൾക്കാം, 4 ദിവസമായി മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ അവിടെ നാറ്റം വെച്ച് കാണുമല്ലോ എന്ന് പറയുന്നത് നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. Later on we see that Jesus weeps and he cried out with a loud voice saying, Lazarus, come forth. നമുക്ക് പിന്നെ ആ ഭാഗത്ത് തന്നെ 43-ാമത്തെ വാക്യത്തിൽ നമുക്ക് കടന്നു വരും, നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവ് അവിടെ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ച് കരയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Now we see that Jesus is weeping, which is different from being deeply moved in the spirit. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന യേശു കർത്താവ് അവിടെ കരയുന്നതാണ്. അത് നേരത്തെ നൊന്ത് കലങ്ങി എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And the Greek word for weeping here means suggests that Jesus was silently bursting into tears. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉറക്ക നിലവിളിച്ച് ലാസറിനെ നിലവിളിച്ചു എന്നുള്ളതിന്റെ ഗ്രീക്ക് വേർഡിന്റെ അല്ലെങ്കിൽ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് യേശു കർത്താവ് സൈലന്റ് അല്ലെങ്കിൽ ഹൃദയത്തിൽ ബേസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിൽ ബേസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Yeah, and this silent weeping of Jesus is very different from the weeping and wailing that the people around him were doing at the death of Lazarus. യേശുർത്താവിന്റെ ഹൃദയത്തിൽ താൻ അനുഭവിച്ച ആ സൈലന്റ് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് താൻ കരയുന്ന ആ കാര്യം, അത് പുറത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ ചെയ്യുന്നതിലും വളരെ വ്യത്യസ്തമായിരുന്നു. Like as part of Jewish tradition, when someone dies, യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരാൾ മരിക്കുമ്പോൾ they usually have the poor, if you are poor, they usually make it a point to at least have 2 flute players and 1 professional wailing woman. അവിടെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ അവിടെ ഒന്നെങ്കിൽ 2 ഫ്ലൂട്ട് വായിക്കുന്ന അല്ലെങ്കിൽ ഫ്ലൂട്ട് വായിക്കുന്ന 2 പേര്, കൂടാതെ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു സ്ത്രീയെ അവിടെ കാണാൻ നമുക്ക് കഴിയും, അല്ലെങ്കിൽ അതായിരുന്നു അവരുടെ പാരമ്പര്യം. Yeah, and we see that surrounding Jesus, all these people have been really wailing and crying out loud at the death of Lazarus. നമുക്കവിടെ കാണാൻ കഴിയുന്നത് യേശു കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും അവിടെ ഉറക്കം നിലവിളിച്ച് കരയുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയും. Jesus was so troubled by this because he saw the unbelief in the people's eyes and hearts at the death of Lazarus. പക്ഷേ എന്ന് പറഞ്ഞാൽ തന്നെ യേശു കർത്താവ് വളരെ ദുഃഖിച്ചു, അല്ലെങ്കിൽ ഒരു രീതി പറഞ്ഞ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോപത്തിന്റെ അനുഭവമായിരുന്നു. കാരണം അവിടുത്തെ ആൾക്കാർ കരയുന്നുവെങ്കിലും അവർ അവിശ്വാസം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. Yes, they did not believe that there was a God who could raise a dead man from death. അവിടെ കരയുന്ന ആൾക്കാർ ഒരിക്കലും വിശ്വസിച്ചില്ല ഈ മരിച്ചുപോയ ഒരു വ്യക്തിയെ ഉയർപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന്. Really, what was Jesus troubled about? He was really troubled about the fallen state of the world.
യേശു കർത്താവ് നമ്മൾ ശരിക്കും ആലോചിച്ചാൽ എന്തുകൊണ്ടായിരുന്നു യേശു കർത്താവ് ഇത്രമാത്രം ഹൃദയത്തിൽ നൊന്തത്? അതിന്റെ ഒരു കാരണം ഈ ലോകത്ത് പാപം കൊണ്ട് വീണുപോയ ഈ ലോകത്തിന്റെ ആ കണ്ടീഷൻ ഓർത്തിട്ടായിരുന്നു. And the eternal separation of man from the love of God. മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ആ പിതാവാം ദൈവം അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് ഏറ്റവും അകന്നിരിക്കുന്ന ആ പാപിയായ മനുഷ്യന്റെ അവസ്ഥ ഓർത്തിട്ടായിരുന്നു യേശു കർത്താവ് അവിടെ നൊന്തത്. And the only answer to the suffering or death was the death of Jesus Christ on the cross. ഈ അസുഖങ്ങളുടെ, ഈ മരണത്തിന്റെയും, ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മരണത്തിന്റെ എല്ലാത്തിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ മരണം മാത്രം. Let's take a look at the sufferings now that Jesus went through. നമുക്കിപ്പോൾ യേശു കർത്താവ് എന്തൊക്കെ കഷ്ടാനുഭവങ്ങളിൽ കൂടെയാണ് കടന്നുപോയെന്ന് നമുക്ക് ചിന്തിക്കാം. Let's read Matthew chapter 27 verse 28 to 29. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 28 മുതൽ 28ഉം 29ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 28ഉം 29ഉം വാക്യങ്ങൾ മലയാളത്തിൽ വായിക്കുന്നു. അവന്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു, മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ചു, വലങ്കൈയിൽ ഒരു കോലും കൊടുത്ത് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. We see that Jesus was stripped. നമുക്കവിടെ കാണാൻ കഴിയും യേശു കർത്താവിന്റെ വസ്ത്രം അവിടെ അഴിച്ചു എന്ന്. And a crown of thorns were placed on his head. മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. He was insulted. തന്നെ അവർ കളിയാക്കി. He was spat on. തന്റെ മുഖത്ത് തുപ്പി. And he was beat on his head. തന്റെ തലയിൽ അടിച്ചു. I mean, even thinking of that, to get beaten on the head, our God, our Father, it brings so much grief. ആ തലയിൽ അടിച്ചു എന്ന് പറയുന്ന ആ പ്രയോഗം, അല്ലെങ്കിൽ അത് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം വിഷമം അത് കൊണ്ടുവരുന്നുണ്ട്. And when we think about it, we read in Matthew chapter 27 how the Father could have sent 12 legions of angels at the disposal of Jesus. നമുക്ക് മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും യേശു കർത്താവിനെ സഹായിക്കാൻ വേണ്ടി പിതാവാം ദൈവത്തിന് 12 ലീജിയൻ ദൂതന്മാരെ അയക്കാൻ കഴിയുമായിരുന്നു യേശു കർത്താവിനെ സഹായിക്കാൻ വേണ്ടി. And like if you look at the numbers, 1 legion is 6,000. അതിന്റെ ആ ന്യൂമറിക്കൽ അല്ലെങ്കിൽ അതിന്റെ ആ നമ്പർ നോക്കുവാണെങ്കിൽ ഒരു ലീജിയൻ എന്ന് പറയുന്നത് 6000 ദൂതന്മാരാണ്. And think about 12 regions, which is 72,000 angels. 12 ലീജിയൻ എന്ന് പറയുന്നത് 72,000 ദൂതന്മാരാണ്. And we should also remember from 2 Kings that one angel killed 180,000 Assyrian men. നമുക്ക് 2 രാജാക്കന്മാര് നമ്മൾ വായിക്കുന്നത് ഒരു ദൂതൻ ഇറങ്ങിയപ്പോൾ 180,000 ആൾക്കാർ, അസിറിയൻ ആൾക്കാർ അവിടെ മരിച്ചു വീഴും നമുക്ക് കാണാൻ കഴിയും. Sorry, let me make that precise. It's actually 185,000. 185,000 അസിറിയൻ ആൾക്കാർ അവിടെ മരിച്ചു വീഴും നമുക്ക് കാണാൻ കഴിയും. I mean, you see, like Jesus could have destroyed the unbelievers around him with just a blink of an eye. നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ യേശു കർത്താവിന് തന്റെ ചുറ്റും ഉണ്ടായിരുന്ന അവിശ്വാസികളെ ഒരു കണ്ണിമിക്കുന്ന ഒരു നേരം കൊണ്ട് അവരെ നശിപ്പിച്ചു കളയാമായിരുന്നു. But he didn't do it just because of love and pure love alone. പക്ഷെ താൻ അത് ചെയ്തില്ല. ആ നിത്യമായിട്ടുള്ള സ്നേഹം കൊണ്ട് മാത്രം അത് താൻ ചെയ്തില്ല. Can we also read Isaiah chapter 53 verse 3 to 5? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം അതിന്റെ 53-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിൽ വായിക്കുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു.
നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Now we understand why Jesus is called a man of sorrows and acquainted with grief. നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ ദൈവം ശിക്ഷിച്ചതും അവനെ അടിച്ചതും ദണ്ഡിപ്പിച്ചതും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. As we see in verse 4, our griefs he himself bore and our sorrows he carried. നമുക്ക് 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. I mean, I'm just thinking about the song that we just sang now. I'll just read out a few of the lines. If you can translate, how deep the Father's love for us, how vast beyond all measures. നമ്മളിപ്പോ പാടിയ ഇംഗ്ലീഷ് പാട്ടിന്റെ ആദ്യത്തെ ലൈൻ ഒന്നുകൂടെ വായിക്കാമോ? How deep the Father's love for us. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം എത്ര ആഴമുള്ളതാണ്. In other songs we can see how deep, how high and how wide is his love for us. എത്ര ദൈവസ്നേഹത്തിന് മറ്റ് പാട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയും ദൈവസ്നേഹത്തിന്റെ ആഴവും വീതിയും അതിന്റെ ഉയരവും നമുക്ക് പാടുന്ന നമുക്ക് കാണാൻ കഴിയും. That he should give his only son. തന്റെ സ്വന്തം ഏകജാതനായ പുത്രനെ നമുക്ക് തരുവാൻ വേണ്ടി. To make a wretch his treasure, who is Jesus Christ. He made his only son, begotten son, a wretch for us. പിതാവാൻ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനെ പാപത്തിൽ ഏറ്റവും അരിഷ്ടനാക്കി തീർന്നു നമ്മൾക്ക് വേണ്ടി. And reading on later on, we see that ashamed I hear my mocking voice calling out among the scoffers. ഈശ്വർത്താവിനെ കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഈശ്വർത്താവിനെ കളിയാക്കുന്ന ആ സ്വരം ഞാൻ കേൾക്കുന്നു. Yes, we were among the scoffers who insulted Jesus. ഈശ്വർത്താവിനെ ക്രൂശിക്കുന്ന സമയത്ത് കളിയാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നു, നമ്മളുടെ ആ സ്വരം ഉണ്ടായിരുന്നു. And his death on the cross paid the ransom for our sins. ഈശ്വർത്താവിന്റെ ക്രൂശിലുള്ളായിരുന്ന ആ മരണം കൊണ്ട് നമ്മളുടെ പാപത്തിന്റെ വില താൻ ഏറ്റെടുത്തു. We should remember the significance of the cross today. നമ്മൾ ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ ആ ക്രൂശിന്റെ ആ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. It is at the cross where man first saw the light after sin in the Garden of Eden. ആ ക്രൂശിലാണ് പാപിയായ മനുഷ്യൻ ആ വെളിച്ചം, ദൈവത്തിന്റെ ആ വെളിച്ചം ഏദൻ തോട്ടത്തിൽ പാപം വന്നതിന് ശേഷം ആദ്യമായിട്ട് അവിടെ കണ്ടത്. It is at the cross where one righteous man paid the price for the entire humanity. ആ ക്രൂശിലാണ് ഒരു നീതിമാനായ മനുഷ്യൻ ഈ ലോക ജനതയുടെ പാപത്തിനു വേണ്ടി മരിച്ചത്. And how can we not praise this amazing God? എങ്ങനെ നമുക്ക് ഈ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? Like Jesus said to the Jews, if these don't, the stones will cry out his name. യേശു കർത്താവ് പറയുന്നത്, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. So great and profound is the significance of God's love for us and the sufferings he went through for us. നമുക്ക് വേണ്ടി ഉണ്ടായിരുന്ന ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലിയതാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടത എത്രയോ വലുതാണ്. As we step into worship today, let's prepare our hearts for this great God. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഇതിനു വേണ്ടി നമുക്ക് ഒരുക്കാം. Praise God. Thank you. ദൈവനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ.